പ്രേം ശൈലേഷ് എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇത്. അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെ: എമ്പുരാൻ കണ്ടില്ല, പക്ഷെ പല സ്ഥലത്തു നിന്നും സിനിമയുടെ തുടക്കത്തിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നത് ശരിയാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയട്ടെ. ഇങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത്. ഗോദ്രയിൽ അയോധ്യയിൽ ക്ഷേത്ര ദർശനത്തിന് പോയി വന്ന ഹിന്ദുക്കളെ അഗ്നിക്കിരയാക്കിയത് ആണല്ലോ ഗുജറാത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഗോദ്രയിൽ നടക്കുന്ന ആദ്യത്തെ കലാപമായിരുന്നില്ല അത് എന്നതാണ് വാസ്തവം. 1928 ഹിന്ദു പ്രതിനിധിയായ ഒരു ഷായെ കൊന്നതിന് ഗോദ്രയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 1946 പാർസികൾക്ക് നേരെയായിരുന്നു ആക്രമണം. 1948 വിഭജനം വഴി നടന്ന ആക്രമണത്തിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് നേരെ ട്രെയിനിൽ സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു. 1965, 1980, 1990, 1992 എന്നീ വർഷങ്ങളിലൊക്കെ തന്നെയും അവിടെ കലാപങ്ങൾ നടന്നിരുന്നു. ഇതിൽ തന്നെ 1992 റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന ഹിന്ദുക്കളുടെ വീടുകൾ തീവ്രവാദികൾ കത്തിച്ചതായി പറയുന്നുണ്ട്. ഗോദ്ര സ്വാതന്ത്ര്യത്തിനു മുൻപും ശേഷവുമെല്ലാം കലാപങ്ങൾ നിരന്തരം നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു. അതിലെ ഒടുവിലത്തെ സംഭവമാണ് 2002 അതിൽ പോലും അഗ്രസർ ഹിന്ദുക്കളോ ഹിന്ദുത്വവാദികളോ അല്ല. ഇനി കലാപത്തിലെ നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ച് ഓടി നടന്ന് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നവർ അറിയാൻ. 1980കളിൽ ഖാലിസ്ഥാൻ വിഘടനവാദം അടിച്ചമർത്തിയ സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് KPS ഗിൽ. അതേ KPS ഗില്ലിനെ തന്നെയാണ് ഗോദ്രയിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന ഗുജറാത്ത് കലാപത്തെ അടിച്ചമർത്താൻ നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയത് എന്ന് പലർക്കും അറിയില്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി സുരക്ഷാ ഉപദേഷ്ടാവായിട്ടാണ് ഗില്ലിനെ നിയമിക്കുന്നത്. തന്റെ പരിശീലന മികവും തന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ച് അദ്ദേഹം തന്നാലാവുന്ന വിധം കലാപത്തെ അടിച്ചമർത്താൻ അന്ന് സർക്കാർ സംവിധാനത്തിന്റെ കൂടെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം പ്രശംസനീയവുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ഗുജറാത്ത് കലാപ സമയം നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തെപ്പറ്റി ഏതോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു. ഒട്ടും മടിക്കാതെ അദ്ദേഹം നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: കലാപം അടിച്ചമർത്താൻ നരേന്ദ്രമോദി ആത്മാർത്ഥമായി ശ്രമിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു. അതാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മോദിക്കെതിരെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മോദി വിരുദ്ധർ, BJP വിരുദ്ധർ ഈ കലാപത്തെ പ്രയോജനപ്പെടുത്തി ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കി. നിലവിൽ 20 വയസ്സായ അല്ലെങ്കിൽ 21കാരനായ ഒരു ചെറുപ്പക്കാരന് ഗോദ്ര തുടങ്ങി വെച്ച അപകടം എന്താണ് എന്ന് അറിയണമെന്നില്ല. സിനിമകളും ഡോക്യുമെന്ററികളും ഒക്കെയായിരിക്കും കലാപത്തെക്കുറിച്ചുള്ള അവന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. അങ്ങനെയുള്ള ആരും ഒരു സിനിമയും നോവലും വഴി തെറ്റിദ്ധരിക്കപ്പെടരുത്. S6 ബോഗിയിൽ കത്തിയെരിഞ്ഞ 59 ഹിന്ദു ജീവനുകൾ ഈ രാജ്യത്തിന്റെ മതേതര ഹൃദയങ്ങൾക്ക് ഒരു വിഷയമേ അല്ല എങ്കിൽ അത് വിഷയമാകുന്നതുവരെ, സത്യമേവരും തിരിച്ചറിയുന്നതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് ഈ പോസ്റ്റിലെ കുറിപ്പ്. ഹിന്ദുത്വവാദികളായിരുന്നു കലാപങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ 2002 ശേഷവും ഗുജറാത്തിൽ ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. പക്ഷെ 2002 ശേഷം അത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ഹിന്ദുത്വം അതിനുശേഷം 20 വർഷത്തിലേറെ തുടർച്ചയായി ഭരിക്കുന്നുണ്ട്. ശേഷം രാജ്യവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.